ഹലോ നമസ്കാരം. പ്രഹസനത്തിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ബിഗ് ബോസ് മലയാളം സീസൺ 6ന്റെ 50ാമത്തെ എപ്പിസോഡിന്റെ റിവ്യൂ ആണ് ഇന്ന് ചെയ്യാൻ പോകുന്നത്. ഇവിടെ ശ്രീജിത്ത് ആണ്. ഇവിടെ അമീറാണ്. നമുക്ക് തുടങ്ങാം. അതെ, നമുക്ക് എല്ലാവർക്കും അറിയാം കഴിഞ്ഞ ആഴ്ചയിലെ ക്യാപ്റ്റൻ എന്ന് പറയുന്ന ശ്രീതു ആയിരുന്നു. അപ്പോ പുതിയ ക്യാപ്റ്റനായിട്ട് റസ്മിനെയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ റസ്മിന്റെ അധികാര കൈമാറ്റമാണ് നമ്മൾ കണ്ടത്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ തന്നെ ഫസ്റ്റ് ഡേ പുള്ളിക്കാരി നല്ല രീതിയിൽ റസ്മിൻ ചെയ്തു. പിന്നീട് ഒരു എന്താണ് സ്പോൺസേഡ് ടാസ്ക് എന്ന് പറയാൻ പറ്റത്തില്ല, ഒരു എന്താ പറയാ, ഒരു ടാങ്ക് എന്ന് പറയുന്ന ഒരു ടാസ്കല്ല, ശരിക്കും ചെറിയൊരു സമ്മാനമൊക്കെ പോലെ, സമ്മാനം പോലെ. അതെ, ഒരു പുതിയ ടാങ്ക് ജ്യൂസിന്റെ എല്ലാവർക്കും വിതരണം ചെയ്യാൻ വേണ്ടി ഒരു റിഫ്രഷിംഗ് ഡ്രിങ്ക്, ഒരു പരസ്യം, അത് പ്രൊമോഷൻ അത്ര തന്നെ. അതെ അതെ. പിന്നീട് എന്താ പറയുന്നത്, ഒരു അനൗൺസ്മെന്റ് ആണ് ഉണ്ടാവുന്നത്. ആദ്യം പവർ ടീമിനെ പൊക്കി പറഞ്ഞെങ്കിലും നിലവിലെ പവർ ടീം തന്നെ 3 വീക്ക് ആയിട്ട് തുടരുകയാണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ തുടക്കത്തിലുള്ള സജീവ സാന്നിധ്യവും അതുപോലെ തന്നെ വിസിബിലിറ്റി ഇല്ലായ്മയും അല്ലേ, ഇൻവിസിബിൾ ആണെന്ന് പറയുന്നത്. ഇൻവിസിബിൾ ആയതുകൊണ്ടും തന്നെ പവർ ടീം ഒന്ന് ഷഫിൾ ചെയ്ത്, എന്ന് വെച്ചാൽ 2 പേരെ മാറ്റിക്കൊണ്ട് പുറത്ത് നിന്ന് 2 പേരെ അവർ ചർച്ച ചെയ്ത് തീരുമാനിച്ച് അവരെ മാറ്റി പുതിയ ആൾക്കാരെ കയറ്റണം. അപ്പോ ഈ പറയുന്ന നോറ ആ ടൈമിൽ പറയുന്നുണ്ട്, എല്ലാ തവണയും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഉണ്ടാവുന്ന സമയത്ത് അടി ഉണ്ടാവും എന്നൊരു രീതി പറയുന്നുണ്ട്. പക്ഷെ ഇവിടെ അങ്ങനെ സംഭവിച്ചില്ലല്ലേ. അതെ അതെ. ഋഷിയും പ്രേക്ഷകരുടെ പ്രധാനപ്പെട്ട ഒരു അഭിപ്രായം ഈ പവർ ടീം ഒരു പഴം ടീമാണെന്നുള്ളതാണ്. അതെ അതെ പവർ ടീമിലേക്ക് കുറച്ച് ഇവിടെ ബാക്കിയുള്ള വാഴകളെ കൂടെ കയറ്റി ഒരു വാഴപ്പഴം ടീമാക്കണമെന്നായിരിക്കും ബിഗ് ബോസ് ഉദ്ദേശിച്ചെന്ന് തോന്നുന്നു. അതെ, എന്തായാലും ഈ പറയുന്ന പോലെ ഋഷിയും ഗബ്രിയും സ്വയം മാറുന്നു. പക്ഷെ തീരുമാനിക്കുന്നു. പക്ഷെ അവിടെ തന്നെ മറ്റൊരു കാര്യമുണ്ടല്ലേ, ശ്രീരേഖ സത്യത്തില് എന്താണ് നമ്മുടെ ജാൻമണിയുടെ, അല്ലെങ്കിൽ അർഹതയില്ലാതെ അവിടെ കയറി കൂടിയ ശ്രീരേഖയാണ്. ജാൻമണിയുടെ വോട്ടിൽ കയറി വന്നതാണ്. അതെ അതെ, എന്നിട്ട് അവർക്ക് വേണമെങ്കിൽ ഇറങ്ങിപ്പോവായിരുന്നു. പക്ഷെ ഇറങ്ങിപ്പോയില്ല. കാര്യം എന്താ, അടുത്ത ഈ നോമിനേഷനിലെങ്ങനെ വന്ന ശരണ്യയും ശ്രീരേഖയായിരിക്കും അടുത്ത ഔട്ടാവാൻ പോകുന്നത്. പക്ഷെ ഒരു കാര്യമുണ്ട്, ശരണ്യ പോവാൻ തയ്യാറായിരുന്നു. പക്ഷെ ശ്രീരേഖ സത്യത്തില് എപ്പിസോഡ് കണ്ടാൽ മനസ്സിലാവും, ഇങ്ങനെ അള്ളിപ്പിടിച്ച് നിൽക്കുന്ന കണക്കാ തോന്നിയത്. അതെ അതെ. ഋഷിക്കൊക്കെ പ്രേക്ഷക ബന്ധുവിനെ നേരിടാൻ താല്പര്യമുള്ള രീതിയിൽ പുള്ളിക്കാരെ ഇറങ്ങുന്നുണ്ട്, പുറത്തിറങ്ങി കളിക്കാം എന്നുള്ള രീതിയിലൊക്കെ ഇറങ്ങി കളിക്കാൻ തീരുമാനിക്കുന്നു. പിന്നെ ഈ 2 പേരെ തീരുമാനിച്ച് ഇവര് പുറത്തു പോകാൻ തീരുമാനിച്ച ശേഷം പവർ ടീമിൽ കയറാൻ താല്പര്യമുള്ളവർ എഴുന്നേറ്റ് നിൽക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോഴാണ് നമ്മുടെ ജാസ്മിൻ, സിജോ, സായി, നന്ദന അല്ലെ, ഇത്രയും പേര് എഴുന്നേറ്റ് നിൽക്കുന്നുണ്ട്. അപ്പൊ അതിനുശേഷം എന്താണ് ബിഗ് ബോസ് കൂടുതൽ പേര് എഴുന്നേറ്റ് നിൽക്കാൻ വേണ്ടി എന്താണ് ഒരു കളിയൊക്കെ കളിച്ച് നോക്കുന്നുണ്ട്. പക്ഷെ ആരും എണീക്കുന്നില്ല. എന്തോ മുന്നോട്ട് വരുന്നവരാണ് എന്തോ വലിയ ആൾക്കാരെന്നൊക്കെ പറഞ്ഞ് ബിഗ് ബോസ് അനൗൺസ് ചെയ്തിട്ട് ആരും എണീച്ച് വരുന്നില്ല. പക്ഷെ ഒരു കാര്യം ഉണ്ടായിരുന്നു, നിനക്ക് എന്തുകൊണ്ടായിരിക്കും നോറ എഴുന്നേക്കാത്തത്? അല്ല, നോറ ക്യാപ്റ്റൻസി വന്നപ്പോ പോലും പറഞ്ഞല്ലോ, എനിക്ക് ഇപ്പൊ നിലവിൽ ഞാൻ പറഞ്ഞാലും ബാക്കിയുള്ളവർ കേൾക്കുന്ന ഒരു ലെവലിലോട്ട് എത്തിയിട്ടില്ല, നമുക്ക് കുറച്ചു നാളൂടെ കഴിഞ്ഞിട്ട് പറയാന്ന് പറഞ്ഞു. മാത്രമല്ല പുള്ളിക്കാരിക്ക് നോമിനേഷൻ പേടി ഇപ്പൊ ഇല്ല. ഇതുവരെയുള്ള എല്ലാ നോമിനേഷനിലും വന്നിട്ട് സർവൈവ് ചെയ്തുകൊണ്ട് തന്നെ അടുത്ത നോമിനേഷനിൽ വന്നാലും പ്രശ്നമില്ല എന്നാണ് പുള്ളിക്കാരുടെ ഒരു സത്യത്തില്. എല്ലാവരും ക്യാപ്റ്റൻസിയും അതുപോലെ തന്നെ പവർ ടീമിലേക്കും കയറാൻ ഉദ്ദേശിക്കുന്നത് ഈ ലക്ഷറീസ് ആയിട്ടുള്ള സാധനങ്ങൾ ഉപയോഗിക്കാൻ മാത്രമല്ല, സത്യത്തിൽ നോമിനേഷൻ വരുന്നില്ലല്ലോ, വരാതിരിക്കാൻ വേണ്ടിയാണ് സത്യത്തിൽ പവർ ടീമിലേക്ക് വരുന്നത്. അത്തരത്തിൽ തന്നെ നോറയ്ക്ക് വരേണ്ട ആവശ്യമില്ലല്ലേ, പുറത്താവാതെ കുറച്ചാളുടെ നിൽക്കാൻ വേണ്ടിയാണ്. അപ്പൊ നോറയ്ക്ക് ഒരു കോൺഫിഡൻസ് വന്നിട്ടുണ്ട്. ഇപ്പം പഴയ നോറ അല്ലല്ലോ. അതെ അതെ. പിന്നെ മറ്റൊരു ദിവസം കൂടുമ്പോഴേ കരയുന്നുള്ളൂ. അതെ, ഇപ്പൊ അതെ അതെ, പവർ ടീമിൽ പോകുന്നവർ സത്യത്തിൽ എല്ലാവരും ഒരു നെഗറ്റീവ്. സത്യം പറഞ്ഞ അപ്സരയൊക്കെ എന്ത് പോസിറ്റീവായിട്ട് നിന്നാണ്. പവർ ടീം കയറിയവരോട് അണഞ്ഞ് പണ്ടാരാണ്. ഇപ്പൊ ജാസ്മിന്റെ അത്ര വോട്ട് പോലും ഇല്ലാതായി. അതെ അതെ അതെ. പിന്നീട് ഈ പറഞ്ഞ പോലെ പല റൗണ്ടുകളായിട്ടാണ് ഈ 5 പേരും മത്സരിക്കുന്നത് പരസ്പരം, എന്നുവെച്ചാൽ സംവാദം. അതൊരു ഡിബേറ്റ് പോലെയാണ്. അതില് ബാക്കിയുള്ളവർക്ക് ചർച്ച ചെയ്ത് എല്ലാവർക്കും തമ്മിൽ ചർച്ച ചെയ്യാം. പക്ഷെ ഭൂരിപക്ഷ അഭിപ്രായത്തിൽ ഒരാളെ ഔട്ടാക്കാം ഓരോ റൗണ്ടിലും. അതിൽ ആദ്യ റൗണ്ടിൽ പുറത്താവുന്നത് ജാസ്മിനാണ് കേട്ടോ. ജാസ്മിനെ തന്നെ ഔട്ടാക്കുമെന്ന് വിചാരിച്ചു. ജാസ്മിനെ പുറത്താക്കാൻ എല്ലാവർക്കും ഒരേ അഭിപ്രായമായിരിക്കും വിചാരിച്ചു. അല്ല, ഒരേ അഭിപ്രായം അല്ലായിരുന്നു. നന്ദന പറയുന്നത് ജിൻഡോയുടെ പേരാണ് പറഞ്ഞത്. പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ, ഭൂരിപക്ഷം അവിടെ പോയില്ലേ. അതെ, ഭൂരിപക്ഷം പോയി. പക്ഷേ ജാസ്മിൻ അപ്പം പറഞ്ഞെന്നറിയാമോ, നിങ്ങൾ പുറത്താക്കുന്നത് ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ള ഒരാളെയാണ് പുറത്താക്കുന്നത്. അപ്പൊ സായി പറയുന്ന ആയിക്കോട്ടെ, എന്തായാലും നമ്മൾ ഒറ്റക്കെട്ടായിട്ട് തീരുമാനിച്ചു, ജാസ്മിൻ പുറത്ത് പോയേ പറ്റുള്ളൂ എന്നുള്ള രീതിയിൽ സായി അവിടെ പറയുന്നുണ്ട്. എന്തായാലും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വെട്ടി തോപ്പിച്ച് അവസാനം 2 പേര് മാത്രമാവുന്നു അല്ലേ, സായി. അതിനുശേഷം ജിൻഡോ വന്ന് ജിൻഡോയൊക്കെ സംസാരിച്ച സമയത്ത് ചെറിയൊരു കൺഫ്യൂഷൻ വന്ന സമയത്ത് നന്ദന പെൺകുട്ടിയാണെന്നുള്ള രീതിയിൽ ആൺകുട്ടിയാണ് പവർ ടീമിൽ ആവശ്യമെന്ന് പറഞ്ഞ് ആ ഒരു നാവ് പിഴയുടെ പേരിൽ എല്ലാവരും കൂടെ ജിൻഡോയെ കുറ്റപ്പെടുത്തി. അങ്ങനെ അപ്പോഴും ജിൻഡോ ഔട്ടാവുന്നു. സിജോ ഒരിക്കലും വിചാരിച്ചില്ല അടുത്ത റൗണ്ടിൽ സിജോയെ പുറത്താക്കുമെന്ന്.
സായി സാധാരണ ഇപ്പം പുള്ളിക്കാരനായിട്ട് നല്ല സപ്പോർട്ടിലൊക്കെ നിൽക്കുന്നത്. ഉം. അപ്പൊ രണ്ടുപേരുടെ ചേർന്ന് നന്ദനെ ഔട്ടാക്കാന്നാണ് വിചാരിച്ചിരുന്നത്. പക്ഷെ അവിടെ പണിപാളി, ഇവർ രണ്ടും ഒന്നിച്ച് സിജോയെ പുറത്താക്കി. അങ്ങനെ നന്ദനയും സായിയും കൂടെ ചുളുവിൽ പവർ ടീമിൽ കയറി. ഇപ്പൊ അവരെ പവർ പിന്നെ ടീമില് നിലവിലെ പവർ ടീം എന്ന് പറയുന്നത് ശരണ്യ, ശ്രീരേഖ, സായി, നന്ദന എന്നിവരാണ് അതെ, നമുക്ക് നേരത്തെ പഴയ നിലവിലെ പവർ. ടീമായിരുന്നു, ഇപ്പൊ വാഴപ്പഴം ടീമായി. അതെ അതെ. അതുപോലെ തന്നെ ഇപ്പോ സോറി, ഈ പറയുന്ന മറ്റ് ടീമിലേക്ക് എടുക്കാത്തത് ഋഷി, ഗബ്രി, ശ്രീതു എന്നിവരെയാണ്. അതില് ഋഷിയെ ടണൽ ടീമിലേക്കും ഗബ്രിയെ നെസ്റ്റ് ടീമിലേക്കും ശ്രീതുവിനെ ഡെൻ ടീമിലേക്കും എടുത്തുകൊണ്ട് ടീം. അവിടെ എനിക്കൊരു അതിശയം തോന്നിയെന്ന് വെച്ചാൽ, ഞാൻ വിചാരിച്ചു റസ്മിൻ ഇവരൊക്കെ ഭയങ്കര മാമാ മച്ചാമ്പി ആയതുകൊണ്ട് മാറ്റുന്നുണ്ട്. പക്ഷെ ഞാൻ പിന്നെ പെട്ടെന്ന് ആലോചിച്ച്, കഴിഞ്ഞ 2 ദിവസമായിട്ട് ജാസ്മിനെയും ഗബ്രിയും തമ്മിൽ അകറ്റാൻ വേണ്ടി പുള്ളിക്കാരി നോക്കുന്നുണ്ടല്ലോ. എടാ മറ്റൊരു കാര്യമുണ്ട്, നമ്മുടെ അവിടെ വെച്ചിട്ട് ഈ ഗബ്രി ഉണ്ടല്ലോ, ഗബ്രി കൈ വെച്ച് ഈ ചുണ്ടിന്റെ അടുത്ത് വെച്ചിട്ട് ആംഗ്യം കാണിക്കുന്നുണ്ട്, ആംഗ്യം കൊട്ടാൻ വേണ്ടി ആംഗ്യം മറ്റേ കാണിക്കുന്നുണ്ട്. ടീമിലോട്ട് ഇടെന്ന് പറയുന്നുണ്ട്. പക്ഷെ ജാസ്മിന്റെ പുള്ളിക്കാരി ടീമിന് ഇതൊന്നും ഞാൻ വിചാരിച്ചു. പക്ഷെ പിന്നെ ആലോചിച്ച് 2 ദിവസം മുമ്പ് കൈ പിടിക്കാൻ പോലും സമ്മതിക്കാത്ത രീതിയിൽ മാറ്റി നിർത്തിയ സ്ഥിതിക്ക് എന്തായാലും ഇനി ഇടത്തില്ല എന്ന് വിചാരിച്ചപ്പോ അങ്ങനെ അതെ സംഭവിച്ചു. അതെ അതെ. കഴിഞ്ഞ ദിവസം കഴുത്തില് മാലയിട്ട് എവിടെയാണ് ഉമ്മ കൊടുത്ത നോമിനേഷനിൽ രക്ഷപ്പെട്ടപ്പോ നൈസായിട്ട് അവിടെ മുതലെടുത്തായിരുന്നു പുള്ളിക്കാരൻ. മുതലെടുക്കുകയാണല്ലേ സാജി. അവരെന്തെങ്കിലും ചെയ്യട്ടെ. നമ്മളിങ്ങനെ ഈ വാട്സപ്പ് അമ്മാവന്മാർക്ക് തോന്നുന്ന കുറെ വാട്സപ്പ് തോന്നലുകൾ മാത്രം. അമ്മാവന്മാരല്ല, ബാക്കി ലോകത്തുള്ള എല്ലാ അമ്മാവന്മാരും കൊച്ചുങ്ങളും കുടുംബക്കാർക്കും എല്ലാം വെറുത്തവരെ. ഓക്കെ, എന്തായാലും ഇപ്പോ ഡെൻ ടീമില് ജാസ്മിൻ, ജിൻഡോ, അൻസിബ എന്നിവരാണ്. നെക്സ്റ്റ് ടീമില് അർജുൻ, സിജോ, ഗബ്രി, അപ്സര എന്നിവരാണ്. അതുപോലെ തന്നെ ടണൽ ടീമില് അഭിഷേക്, ശ്രീകുമാർ, നോറ, ഋഷി. എടാ അതുപോലെ തന്നെ ഒരു കാര്യം എനിക്ക് സംശയമുണ്ട്, ഡെൻ ടീമിലേക്കല്ലേ നമ്മുടെ ശ്രീധുവിനെ എടുത്തേക്കുന്ന? അതെ അതെ അതെ. അപ്പൊ ജാസ്മിൻ, ജിൻഡോ, അൻസിബ, ശ്രീധു. അതെ. അപ്പൊ ഇത്തരത്തില് പക്ഷെ ഇതിൽ തന്നെ ബിഗ് ബോസ് മറ്റൊരു അനൗൺസ്മെന്റ് കൂടി വന്നേക്കാണ്. 50 ദിവസം കഴിഞ്ഞോടുകൂടി ഈ പറയുന്ന പോലെ അത് 4 ആഴ്ച കൂടുമ്പോഴത്തേക്ക് പവർ ടീമിനെ പിരിച്ചുവിടുമല്ലോ. അതെ അപ്പൊ അതെ കഴിഞ്ഞ 4 ആഴ്ച 28ാമത്തെ ദിവസമായിരുന്നു. ഇനി 56ാമത്തെ ദിവസം അടുത്ത 4 ആഴ്ചയായിട്ട് അവരെ പിരിച്ചുവിട്ട് ഇനി വരുന്ന ക്യാപ്റ്റന് പുതിയ പവർ ടീം തീരുമാനിക്കാം. ഓ അങ്ങനെയാണല്ലേ. അപ്പൊ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഇനി വരുന്ന ടാസ്കുകളിൽ 4 ടീമുകളും മത്സരിക്കേണ്ടി വരുമെന്നും ആ പവർ ടീം മത്സരത്തിന് അടക്കം മത്സരിക്കേണ്ടി വരും. പിന്നെ ഓരോരുത്തർക്കും ഓരോ കളറെ കൊടുക്കുന്നുണ്ട്. അതെ, ആ മത്സരത്തിന് ശേഷം കണ്ടെത്തുന്ന ക്യാപ്റ്റൻ ആയിരിക്കും പവർ ടീമിനെയും മറ്റ് ടീമിനെയും തെരഞ്ഞെടുക്കുക എന്നും പറയുന്നുണ്ട്. അപ്പം അതെ. ഇതുമായിട്ട് ബന്ധപ്പെട്ട് തന്നെ പവർ ടീം പച്ച കളറും, അതുപോലെ തന്നെ ടണൽ ടീമിന് ചുവപ്പും, ഡെൻ ടീമിന് മഞ്ഞ നിറവും, നെക്സ്റ്റ് ടീമിന് നീല നിറവും കൊടുത്തുകൊണ്ട് മത്സരത്തിന് വേണ്ടിയുള്ള ആ ഒരു ഇത് കൊടുക്കുന്നുണ്ടല്ലേ. അതെ. അതെ. പിന്നെ പുതിയ പവർ ടീമിനെ ആദരിച്ചുകൊണ്ട് റൂമിലേക്ക് കയറ്റുന്നതാണ് പിന്നീട് കണ്ടത്. പിന്നീട് മറ്റൊരു കാര്യമുണ്ട്, ഇതിനെക്കുറിച്ച് പറയുന്നത് പുതിയ ഇനി പഴയ പവർ ടീമുകൾ ചെയ്ത കാര്യങ്ങളൊന്നും ഇനി ആവർത്തിക്കരുതെന്ന് പറയുന്നുണ്ട്. ആവർത്തിക്കരുതെന്ന് പറയുന്നുണ്ട്. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് ആയിരിക്കും ചിലപ്പോ ഇത്. പക്ഷേ ക്യാപ്റ്റനാണ് കൊണ്ടുവന്നത്. റസ്മിൻ പറയുന്നൊരു കാര്യമുണ്ട്, ടാസ്ക് വരുമ്പോ മനഃപൂർവ്വം ഉള്ള രീതിയിൽ ഫിസിക്കൽ അസോൾട്ടിങ് നടന്നു കഴിഞ്ഞാൽ ഡിസ്ക്വാളിഫൈഡ് ആവും എന്നൊരു രീതിയിലുള്ള നല്ലൊരു തീരുമാനം അല്ലേ. പിന്നെ കഴിഞ്ഞ തവണ ശ്രീതു ചെയ്യാതിരുന്ന കാര്യം പുള്ളിക്കാരി ചെയ്യുന്നതാണ് ഉദ്ദേശം. ശ്രീതു ബിഗ് ബോസിനോട് ചോദിക്കുകയല്ലേ ചെയ്തത്, ഇവിടെ ഡയറക്റ്റായിട്ട് ഡിസ്ക്വാളിഫൈ ചെയ്യുമെന്നാണ് റസ്മിൻ പറയുന്നത്. അതെ അതെ. അപ്പോഴ് അതിന്റെ പേര് അവിടെ ഈ ഒരു കാര്യം പറയുമ്പോ അനാവശ്യമായിട്ട് ജിൻഡോ എഴുന്നേറ്റ് നിൽക്കുന്നുണ്ട്. ജിൻഡോ എന്നെ എന്തിനാ ടാർഗറ്റ് ചെയ്യുന്നതെന്നൊക്കെ പറഞ്ഞ് അവിടെ ഒരു ഒറ്റപ്പെടൽ സ്ട്രാറ്റജി ഒക്കെ എടുക്കുന്നുണ്ട്. ഞാൻ മാത്രമല്ല അഭിഷേക്, ശ്രീകുമാറും ഉണ്ടെന്ന് പറഞ്ഞ്. അപ്പൊ അഭിഷേക് പക്ഷെ ആൾറെഡി നേരത്തെ അന്ന് സോറി ഒക്കെ പറഞ്ഞ് സ്പോർട്സ്മാൻ സ്പിരിറ്റിൽ കൈ കൊടുത്ത് പിരിഞ്ഞാണ്. വീണ്ടും എന്തിനാ എടുത്തിട്ട് എനിക്ക് മനസ്സിലായില്ല. ഇതിന്റെ പേരിൽ ഋഷിയും ജിൻഡോയുടെ ചെറിയ വാക്കുതർക്കമൊക്കെ ഉണ്ടാവുന്നുണ്ട്. ഓക്കെ ആയി. അതെ. പിന്നീട് നടന്നത് നോമിനേഷൻ, എവിക്ഷനുമായിട്ട് ബന്ധപ്പെട്ട നോമിനേഷനാണ്. അതിൽ ബിഗ് ബോസ് എടുത്തു പറയുന്ന ഒരു കാര്യമുണ്ട്, ഇതുവരെ നീതി പുലർത്താത്തത് ഗെയിമിനോട് 50 ദിവസമായിട്ടും ഗെയിമിനോട് നീതി പുലർത്താത്തവരും, അതുപോലെ തന്നെ ഉൾവലിഞ്ഞ് നിൽക്കുന്ന അർഹതയില്ലാത്തവരെയും മാത്രമാണ് തെരഞ്ഞെടുക്കേണ്ടത് പറയുന്നുണ്ട്. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് അവിടെ തന്നെ നേരത്തെ പവർ ടീം ഒരാളെ നേരിട്ട് നോമിനേറ്റ് ചെയ്തു, ജാസ്മിനെ. അതെ. ശിക്ഷയുടെ ഭാഗമായിട്ട് അഭിഷേക്, ശ്രീകുമാറും ഉണ്ട്. 2 തവണ നോമിനേഷനിലിടും. നേരത്തെ ശിക്ഷ ഉണ്ടായിരുന്നല്ലോ. അപ്പൊ അതും കൂടെ ആയപ്പോ ഇവർ രണ്ടുപേരും ഒഴികെ, പവർ ടീം ഒഴികെ, ക്യാപ്റ്റൻ ഒഴികെ ബാക്കിയുള്ളവരെ നോമിനേറ്റ് ചെയ്യാന്നുള്ള ഒരു അവസ്ഥ വരും. അതില് സിജോനെ പറ്റി പൊതുവിലുള്ള അഭിപ്രായം എന്ന് വെച്ചാൽ നീതി പുലർത്തായ്മയും കപട വീരവാദവും. അത് കപട വീരവാദം എന്ന് ഉദ്ദേശിക്കുന്നത് സ്ഥിരമുള്ളതാണല്ലോ പുള്ളിക്കാരൻ. അതെ, കപട വീരവാദം എന്ന് ഉദ്ദേശിക്കുന്ന മനസ്സിലായല്ലോ, തീപ്പൊരി എന്തൊരു കാട്ടുതീ അല്ലേ. കാട്ടുതീ തന്നെയാണ്. അതെ. അപ്പൊ 2 വോട്ടുകൾക്ക് സിജോ വന്നിരിക്കുകയാണ്. അതുപോലെ തന്നെ അർജുന് കിട്ടിയിരിക്കുന്ന വെച്ചാല് ഇൻവിസിബിൾ ആണ്. അതുപോലെ തന്നെ സജീവ മല്ലായ്മയും അർജുന്റെ പേരിലുണ്ട്. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് 3 വോട്ടുകളും, പിന്നെ അതുപോലെ തന്നെ ഒറ്റപ്പെടൽ സ്ട്രാറ്റജിയും ഇരവാദവും പറഞ്ഞുകൊണ്ട് നോറയ്ക്ക് 3 വോട്ടുകളും, അതുപോലെ തന്നെ ആത്മനിയന്ത്രണം ഇല്ലായ്മയും മറ്റുള്ളവരുടെ
സംരക്ഷിക്കുക എന്നൊരു സംഭവമായിട്ട് ഋഷിക്ക് വരുന്നുണ്ട്. ഋഷി 4 വോട്ടുകളുമായിട്ടും അതുപോലെ തന്നെ വൈരാഗ്യ ബുദ്ധിയോടുകൂടി ഗെയിം കളിക്കുന്നതും അതുപോലെ തന്നെ സേഫ് ഗെയിം കളിക്കുന്നതും ഗബ്രി അത്തരത്തിൽ 5 വോട്ടുകളും, നിലപാടില്ലായ്മയും നിലവാരമില്ലായ്മയും ആക്രമണ സ്വഭാവവും ജിൻഡോയ്ക്ക് 7 വോട്ടുകളും, അതുപോലെ തന്നെ താല്പര്യമില്ലായ്മയും ആത്മവിശ്വാസമില്ലായ്മയും എന്ന പേരിൽ നമ്മുടെ അൻസിബയ്ക്ക് 7 വോട്ടുകളും. പക്ഷെ സത്യം പറഞ്ഞ ഇവരെല്ലാവരും ഈ അൻസിബനായിട്ട് തട്ടിക്കളിക്കുമ്പോ അവരാരും ചിന്തിക്കുന്നില്ല. പുറത്ത് അൺഒഫീഷ്യൽ പോൾസിലെല്ലാം 2ാം സ്ഥാനക്കാരിയാണ് അൻസിബ. ആ ജിൻഡോ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ സപ്പോർട്ടുള്ള ആളാണ്. പക്ഷെ ഇവര് തട്ടിക്കളിക്കുന്ന ഇരുമ്പിനാണെന്ന് അവർ അറിയുന്നില്ല. അല്ല, നമ്മൾ പോലും പലപ്പോഴും പുള്ളിക്കാരിനെ കളിയാക്കിയിട്ടുണ്ട്. എന്ത് കളിയാക്കേണ്ട സമയത്ത് കട്ടിൽ സ്റ്റാർ. പക്ഷെ സത്യം പറഞ്ഞ ഈ പുള്ളിക്കാരിക്ക് ഇത്രയും സപ്പോർട്ട് പുറത്തുണ്ടെന്ന് അൻസിബ പോലും അറിയുന്നില്ല. കഴിഞ്ഞ നോമിനേഷനൊക്കെ രക്ഷപ്പെടുമ്പോ പോലും പുള്ളി അന്തം വിട്ടാ നോക്കുന്നത്. അല്ല, പുള്ളിക്കാരി ഇത്രയും ആഴ്ച ആയിട്ട് കൂടി ആ സ്വഭാവം മാറ്റുന്നില്ല. അത് തന്നെയാണ് അതൊരു പേഴ്സണാലിറ്റി, നല്ലൊരു പേഴ്സണാലിറ്റി ആയിട്ട് ആളുകൾ തോന്നുന്നുണ്ട്. അതെ. പിന്നെ മറ്റൊരു കാര്യം ഉണ്ടാ, ഓപ്പോസിറ്റ് നിൽക്കുന്ന ആരാണ് അതിന്റെ പേരിലും വോട്ട് കിട്ടാൻ സാധ്യതയുണ്ട്. ജാസ്മിൻ ആണല്ലോ. അത് ശരിയാണ്. മാത്രമല്ല അവിടെ ഒരുവിധം സംസ്കാരത്തിൽ സംസാരിക്കുന്നതും മാന്യമായിട്ട് ഡ്രസ്സ് ധരിക്കുന്നത്, അതായത് ഈ കുറെ ആൾക്കാർ അത് മാത്രം നോക്കും. ഇപ്പൊ ദിൽഷയൊക്കെ ഭയങ്കര ഒരു കുടുംബ പ്രേക്ഷകരെ സപ്പോർട്ട് ഇട്ട കാര്യം എന്ന് വെച്ചാൽ പുള്ളിക്കാരുടെ അകത്തുള്ള ഡ്രസ്സിംഗ് സ്റ്റൈലും സംഭാഷണവും അതൊക്കെ നോക്കിയിട്ട് ആൾക്കാർ വോട്ട് ചെയ്യുന്നവരുണ്ട്. ശരിയാണ്, ദിൽഷ ശരിയാണ്. ഭയങ്കര അച്ചടി ഭാഷ കണക്കുള്ള സംസാരവും വളരെ ഭംഗിയായിട്ടുള്ളൊരു ട്രഡീഷണൽ ഡ്രസ് എടുക്കും, അങ്ങനെയൊക്കെ ആയിട്ട്. അതുപോലെ ഒരു ദിൽഷ രീതിയിലുള്ള വോട്ടുകളൊക്കെ അൻസിബയ്ക്ക് കിട്ടാൻ ചാൻസ് ഉണ്ട്. അതെ, പിന്നീട് നടന്ന ഒരു ചൂരൽ കഷായം എന്ന് പറയുന്ന ഒരു ടാസ്ക് ആയിരുന്നു. ഒരു വട്ടത്തിനുള്ളില് ഗെയിമാണ് ശരിക്കും. അതെ, വട്ടത്തിനുള്ളില് കാലുകളിൽ ഈ പറയുന്ന പോലെ ശബ്ദം ഉണ്ടാക്കുന്ന ഒരു പാവയും അതുപോലെ തന്നെ കണ്ണും കെട്ടും. അപ്പൊ വട്ടത്തിനുള്ളിൽ ഓടുകയാണ് വേണ്ടത്. വട്ടത്തിനുള്ളിൽ പുറത്തു പോയി കഴിഞ്ഞാൽ അവർ ഔട്ട് ആവും. സൗണ്ട് കേൾക്കുമല്ലോ ഓടുമ്പോ. അതില് അവസാന നിമിഷം എത്തുന്നത് അർജുനും അപ്സരയുമാണ്. ഇതിന്റെ മോഡറേറ്ററായിട്ട് നിൽക്കുന്നത് നമ്മുടെ ആരാടാ, രതീഷ് അല്ലേ. പക്ഷെ അതിൽ അർജുൻ ഓടുന്ന സമയത്ത് പുള്ളിക്കാരന്റെ കാല് തെറ്റുന്നുണ്ട്. പക്ഷെ ഒരിക്കലും കണ്ടാൽ മനസ്സിലാവും ആ വട്ടത്തിന് പുറത്തു പോകുന്നില്ല. പക്ഷെ രതീഷ് തെറ്റിദ്ധരിച്ച് അർജുൻ പുറത്തായെന്ന് പറയുന്നുണ്ട്. അപ്പോഴും ഉടനെ അവിടെ ഒന്നും ശ്രദ്ധിക്കാതിരിക്കുന്ന നമ്മുടെ ജിൻഡോ പറയുന്നുണ്ട്, ശരിയാ ഞാനും കണ്ടു, പുറത്താകും. ജിൻഡോ കണ്ടെന്ന് പറയുന്നത് തന്നെ രതീഷ് അത് മൈൻഡ് ചെയ്യേണ്ട കാര്യമില്ലാതെയാണ്. കാര്യം വിധികർത്താവായിട്ട് രതീഷാണ് തീരുമാനിച്ചത്. പക്ഷെ രതീഷ് അവിടെ അതങ്ങ് ഉറപ്പിച്ച് അർജുനെ പുറത്താക്കുന്നു. ഇത് തമ്മിൽ പിടിക്കരുതെന്നോ ഒന്നും നേരത്തെ, അതായത് തള്ളിയിട്ടുവിടാന്നൊന്നും അവിടെ പറയുന്നില്ല. എന്നിട്ട് അപ്സരനെ പിടിച്ചു വെച്ച് അടി കിട്ടാൻ വേണ്ടി അർജുൻ പിടിച്ചു വെക്കുന്ന സമയത്ത് പുള്ളിക്കാരി ബാലൻസ് തെറ്റി ബോഡിയുടെ ഹാഫ് സൈഡ് കോളത്തിന് പുറത്ത് പോകുന്നുണ്ട്. പക്ഷെ അവിടെ പിടിച്ച് തള്ളിയതാണെന്നുള്ള രീതിയിൽ ഔട്ടാക്കാതിരിക്കുന്നുണ്ട്. ലാസ്റ്റ് അർജുനെ പുറത്താക്കി അപ്സരനെ വിജയിയായിട്ട് പ്രഖ്യാപിച്ചു. എനിക്കതൊരു സുഖമായിട്ട് തോന്നിയില്ല. തോന്നിയില്ല. അതിൽ എനിക്ക് പഴയൊരു കാര്യം കൂടെ ഓർമ്മ വന്നു. കാര്യം എന്ന് വെച്ചാല്, നിനക്ക് ഓർമ്മയുണ്ടോന്ന് അറിയത്തില്ല, ജാൻമണീനെ നമ്മുടെ അർജുൻ 9 എന്നൊരു സംഭവം വിളിക്കുന്നുണ്ടല്ലോ അന്ന്. എന്ന് വെച്ചാൽ 9 വിളിക്കുന്ന അതിന്റെ സാഹചര്യം എന്ന് വെച്ചാൽ 9 ചപ്പാത്തിയോ പൂരിയോ കൊടുക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ടാണ്. അതെ, അത് ജിൻഡോ അതിനുശേഷം സ്മോക്കിംഗ് റൂമിൽ വെച്ചിട്ട് ജാൻമണിയുടെ അടുത്ത് പറയുന്നത് വെച്ചാല്, ശരിയാ ജാൻമണി ഞാനും കണ്ടായിരുന്നു എന്ന്. ജിൻഡോ അവിടെ ഒന്നുമല്ല നോക്കിയിരുന്നത്. പക്ഷെ പുള്ളിക്കാരൻ കാണാത്തൊരു കാര്യം അപ്പോഴും കണ്ടു എന്ന് പറഞ്ഞ് ആ ഒരു പ്രശ്നത്തിന് ഇങ്ങനെ എരി കയറ്റി കൊടുക്കുന്ന ഒരു സംഭവമായിട്ട് സെയിം അതുപോലെയാണ് എനിക്ക് തോന്നിയത്. ഓക്കെ, പിന്നീട് നടന്നത് ഗബ്രി ജാസ്മിൻ തമ്മിലുള്ള അടിയാണ്. ഉമ്മപ്പല്ല സാധാരണ എപ്പോഴും അടിയും കടിയാണുള്ളത്. ഇപ്പൊ സാധാരണ എന്താണ് സ്നേഹിക്കല് മാത്രമേ ഉണ്ടായിരുന്നു. അടി നടന്നു. അതെ, അതിന്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് കൂടെ ഒന്ന് പറയണം. എന്താന്ന് വെച്ച് കഴിഞ്ഞാല് പുള്ളിക്കാരി ഗബ്രി ബാക്കിയുള്ളവരെ പറ്റി, പെൺകുട്ടികളെ പറ്റി പൊക്കി പറഞ്ഞ പുള്ളിക്കാരി കൊള്ളുന്നുള്ള കാര്യം നമുക്ക് സംശയമില്ല. കാര്യം ഈ ഒരു ഇതുപോലെ റിലേഷനുള്ള ആരായാലും അങ്ങനെ തന്നെ കൊള്ളുള്ളൂ. അപ്പം ഒരു പൊതുവേദിയിൽ ജിൻഡോയും രതീഷൊക്കെ ഇരുന്ന സമയത്ത് ഗബ്രി പറയുന്നതെന്ന് വെച്ചാൽ, ഈ ഡെൻ ടീം നിലവിലെ ടീമായിരുന്നെങ്കിൽ, അതായത് അൻസിബ, ജാസ്മിൻ, ജിൻഡോ കൂടാതെ ശ്രീതു കൂടെ ഉണ്ടായിരുന്നെങ്കിൽ അന്നത്തെ ടാസ്കിൽ അവര് വിജയിച്ചേനെ. ഈ കോയിൻ ടാസ്കിൽ അവര് വിജയിച്ചേനെ. കാര്യം ശ്രീതു അത്യാവശ്യം ഓടയും അതൊക്കെ ചെയ്യുമല്ലോ. ശരണ്യെ കൂടെ പറ്റി പിടിക്കാനും എല്ലാം പുള്ളിക്കാരെ കൊണ്ട് പറ്റിയിരുന്നു. കാര്യം അന്ന് ജാസ്മിന് വയ്യായിരുന്നു, അൻസിബയ്ക്ക് ഓടാൻ പറ്റത്തില്ല. ജിൻഡോ മാത്രമേ ഉള്ളൂ. ജിൻഡോയ്ക്ക് ഫിസിക്കൽ പവർ മാത്രമേ ഉള്ളൂ, പുള്ളിക്കാരൻ ഓടാനൊന്നും അത്ര ഒരിതില്ല. അപ്പൊ ആ ഒരു അർത്ഥത്തിലാണ് ഗബ്രിയോട് പറഞ്ഞത്. അപ്പം അത് ജിൻഡോ അതിനെ
ഏറ്റുപിടിച്ച് അവിടെ സംസാരിക്കുന്നുണ്ടായിരുന്നു അത് ശരിയാണെന്നുള്ള രീതിയിൽ. അതിനുശേഷം ബെഡ്റൂമിൽ വന്നിരിക്കുന്ന സമയത്ത് ജാസ്മിൻ ഭയങ്കര ദേഷ്യത്തിൽ ചോദിക്കുന്നുണ്ട്. അപ്പൊ അതെ ഞാൻ അവിടെ ടാസ്ക് കളിച്ചില്ലെന്നാണോ നീ പറയുന്നത്? അത്രയും വയ്യാതെ ഞാൻ എന്താണ് ഓടി കിതച്ച് ഞാൻ കളിച്ചതൊന്നും ഒന്നുമല്ലെന്നാണോ പറയുന്നത്? എനിക്ക് പകരം ശ്രീതു ആയിരുന്നെങ്കിൽ ജയിച്ചേനല്ലേ നീ പറഞ്ഞെന്നൊക്കെ പറഞ്ഞു. അപ്പൊ അപ്പൊ ഗബ്രി പറഞ്ഞ് എങ്ങനെയെങ്കിലും പറഞ്ഞ് വെളുപ്പിക്കാൻ നോക്കുന്നുണ്ട് ഈ പ്രശ്നം തീർക്കാൻ വേണ്ടി. അതായത് അതെ നിനക്ക് പറ്റത്തില്ലായിരുന്നു, നീ അപ്പൊ തല കറങ്ങി എന്താണ് പട്ടി കിതയ്ക്കുന്ന പോലെ കിതയ്ക്കുകയായിരുന്നു ഓ എന്നൊക്കെ അത് പറയാൻ നേരത്ത് കേട്ടത് അല്ല, ആ ഒരു പട്ടി കിതയ്ക്കുന്ന പോലെ നീ കിതയ്ക്കായിരുന്നു പറഞ്ഞപ്പം കൈയിരുന്ന തലയണയൊക്കെ എടുത്ത് പണയറിഞ്ഞിട്ടാണ് ജാസ്മിൻ ഇറങ്ങി ഓടുന്നത്. എന്നിട്ട് അപ്പുറത്തേക്ക് കിടന്ന് ഉറങ്ങുന്നുണ്ട്. അതെ 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 പട്ടി കുരയ്ക്കുന്ന സൗണ്ട് കേട്ടില്ല. മറ്റേ സാധാരണ അവിടെ ഉറങ്ങുമ്പോഴത്തേക്ക് പട്ടി കുരയ്ക്കുന്നതാണ്, പക്ഷെ കുരച്ചില്ല. അതെ അതെ ബിഗ് ബോസിന് ഇനി പേടിയായി തുടങ്ങിയോന്ന് അറിയില്ല. അതെ എന്തായാലും ലാലേട്ടൻ എന്തായാലും മുട്ട് വിറയ്ക്കും ജാസ്മിനോട് സംസാരിക്കാനത്തെ. ചോദിക്കാനൊന്നും പോകുന്നില്ല, കിടന്ന് ഉറങ്ങട്ടെന്ന് വിചാരിക്കും. അതെ പിന്നീട് നടന്നത് ഒരു ടൂണിംഗ് ആണ് നടന്നത്. ടൂണിംഗ് എന്ന് വെച്ചാൽ ലൈൻ വലിയാണ് നടന്നത്. റസ്മിൻ നമ്മുടെ ശ്രീധുവിന്റെ അടുത്ത് പറയാണേ, ശ്രീധു എനിക്ക് 2 ക്രഷ് ഉണ്ട്. അല്ല, ഒന്നാമത്തെ അതിലേക്ക് എത്താൻ വേണ്ടി പുള്ളിക്കാരിയുടെ ഒരു അടവ് കൂടെ ഉണ്ട്. അതെന്താടാ? നിനക്ക് ആരോടെങ്കിലും ക്രഷ് തോന്നിയിട്ടുണ്ടോ എന്ന് ശ്രീധുവിനോട് ചോദിക്കുന്നത്. ശരിയാ അവൾ ശരി. എന്തെങ്കിലും പറഞ്ഞതിന് ശേഷം തിരിച്ചു പറയാൻ വേണ്ടി ഇരുന്നേ, പക്ഷെ ശ്രീധു ഒന്നും മിണ്ടിയില്ല. അപ്പൊ പറയണം എനിക്ക് തോന്നിയിട്ടുണ്ട് 2 പേരോട്. ഇനി ബാക്കി നീ പറയും. അതെ 2 പേരോട് തോന്നിയിട്ടുണ്ട്. ഒന്നാമത്തെ ആളെന്ന് വെച്ചാൽ ഗബ്രിയാണ്. പക്ഷെ രണ്ടാമത്തെ ആളുടെ പേര് ഞാൻ പറയത്തില്ല, എന്റെ വിനയം അത് എന്നെ അനുവദിക്കുന്നില്ല എന്നോട് പറയാൻ. അനുവദിക്കുന്നില്ല. ഇത് പറയുന്ന ആരോടാണ് പറയുന്നത് ആലോചിക്കണം. അതെ ശ്രീധുവിനോട് ശ്രീധുവിനോട് ഓൾറെഡി പറയുന്നത് പറഞ്ഞിട്ടുള്ളതാണല്ലേ ക്രഷോ അന്ന് ഇരുന്ന് കുറെ നേരം മെഴുകിയാണ് അവസാനം എങ്ങനെയെങ്കിലും ക്രഷ് ഉണ്ടെന്ന് പറഞ്ഞത്. അതെ അതെ പിന്നീട് നടന്നത് എന്താണ് നമുക്കറിയാം. ഈ സത്യത്തിൽ രതീഷ് അവിടെ പെർമനന്റ് ആയിട്ട് നിൽക്കാൻ 100 ദിവസം ഗസ്റ്റ് ആണോടാ? എനിക്കത് അല്ല, ഗസ്റ്റ് ആയിട്ട് വന്നല്ല, അല്ലെങ്കിൽ പവർ ടീമിൽ കയറാനുള്ള സമയത്തും. കാര്യം പവർ ടീമിൽ കയറാൻ വന്ന സമയത്ത് ഒരു എല്ലാവരും എഴുന്നേറ്റ് നിൽക്കുന്നുണ്ടല്ലോ. ആ സമയത്ത് പുള്ളി എഴുന്നേറ്റില്ല. ബിഗ് ബോസിനോട് ചോദിക്കുന്നുണ്ടായിരുന്നു രതീഷ്, എനിക്ക് കയറാമോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പൊ നിങ്ങൾ ഇവിടെ അതിഥിയാണ്, നിങ്ങൾക്ക് പറ്റത്തില്ല എന്ന് പറയുന്നുണ്ട്. അപ്പൊ പറയുന്നുണ്ട്. ഓക്കെ മാത്രമല്ല നോമിനേഷനിലോ ഒന്നിലും ഒരു പ്രക്രിയയിലല്ലോ. പുള്ളിക്കാരൻ ഗസ്റ്റ് ആയിട്ട് വന്നതാണ്. 2-3 ദിവസം ഉണ്ടാവുമായിരിക്കും. അത് കഴിഞ്ഞ ഉടനെ എന്തായാലും പുള്ളിക്കാരൻ അതിന്റെ ഒരു വിഷമമാണ് അൻസിബ എടുത്ത് പങ്കുവയ്ക്കുന്നത്. എന്ന് വെച്ചാൽ ആരും എന്നെ എനിക്ക് മനസ്സിലാക്കുന്നില്ല. തോന്നുന്നു പുള്ളിയെ തിരിച്ചു വിളിച്ചപ്പോൾ പുള്ളിക്കാരൻ കണ്ടസ്റ്റന്റ് ആണോ ഗസ്റ്റ് ആണോ എന്നൊക്കെ പറയാതെയാണ് വിളിച്ചതെന്ന് എനിക്ക് തോന്നുന്നു ഇപ്പൊ. ശരിയായിരിക്കോടാ. അതെ അതെ ആയിരിക്കും. അതാണ്. എന്തായാലും പുള്ളിക്കാരന് നല്ല വിഷമമുണ്ടല്ലേ? ആ പുള്ളിക്കാരൻ്റെ അടുത്ത് ആരും സംസാരിക്കുന്നില്ല. അല്ല, അത് ലാലേട്ടൻ പറഞ്ഞത് എല്ലാവരുടെയും വിഷമങ്ങൾ കേൾക്കാൻ വേണ്ടി നിങ്ങളോട് പോയത്, നിങ്ങളൊന്നും സംസാരിക്കാൻ പാടില്ലെന്ന് പറഞ്ഞിട്ട് ആരും വിഷമം പറയാനോ ഒന്നിനും വരുന്നില്ല. അതാണ് പുള്ളിക്കാരന്റെ സങ്കടം. അതെ അതെ പിന്നീട് നടന്നത് നമ്മുടെ നോറയുടെയും ശ്രീരേഖയുടെയും ഒരു ഇഷ്യൂ ആണ്. അതും കൂടെ ഒന്ന് പറയാമോടാ? അല്ല, നോറ ശ്രീരേഖ ഇഷ്യൂ എന്ന് പറയുന്നത് ശരിക്കും ആരെ ഭാഗത്ത് നിൽക്കണം നമുക്ക് ഡൗട്ടായി പോകും. പക്ഷെ നോറയുടെ ഭാഗത്താണ് കൂടുതൽ ന്യായം എന്ന് എനിക്ക് തോന്നി. കാര്യം ശ്രീരേഖ കുറച്ചുകൂടെ മെച്യൂർഡ് ആയിട്ടുള്ള ഒരാളാണല്ലോ. അവിടെ ഒരു പവർ ടീം എപ്പോഴും രാജിവെക്കാതെ നോറ പറയുന്നതുകൊണ്ട് തന്നെ അതിന്റെ ഒരു ദേഷ്യത്തില് ശ്രീരേഖ ചോദിക്കുന്നതെന്ന് വെച്ചാൽ, നീ പവർ ടീമില് അന്ന് നമ്മൾ കളിച്ച സ്കിറ്റ് കണ്ടിട്ട് നീ ഏങ്ങി കരഞ്ഞല്ലോ. അപ്പം അത് എന്താണ് ശരിക്കും കരഞ്ഞല്ലേ? അതായത് നാടകമായിരുന്നോ? ശരിക്കും ആ സ്കിറ്റിന്റെ കണ്ടന്റ് എന്ന് പറയുന്ന ഒരു ഫാമിലി ഇഷ്യൂസും സ്ത്രീധനത്തിന്റെ പേരിലും ഒക്കെയുള്ള ഭർത്താവ് ഭാര്യ ഉപദ്രവിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട ടാസ്ക് ആയിരുന്നു. അപ്പം ടാസ്ക് അല്ല, സോറി, സ്കിറ്റ് ആയിരുന്നു. അപ്പൊ അത് കണ്ടിട്ട് കരഞ്ഞത് ജെനുവിൻ അല്ല എന്നുള്ള രീതിയിൽ സംസാരിച്ചപ്പോൾ നോറയ്ക്ക് അത് ഭയങ്കര ഒരു ട്രോമ സ്റ്റേജിലേക്ക് പോയി. കാര്യം പുള്ളിക്കാരി ഫാമിലി ലൈഫിൽ കുറെ ഇഷ്യൂസ് ഉണ്ടായി, അതിൽ നിന്ന് പുറത്തു വന്ന് രക്ഷപ്പെട്ട ആളാണ്. അപ്പം ആ ഒരു ഇഷ്യൂ കണ്ടിട്ട് പുള്ളിക്കാരി ജെനുവിൻ ആയിട്ടല്ലാതെ ഒരു ഡ്രാമ പോലെ കളിച്ചെന്നുള്ള, കരഞ്ഞെന്നുള്ള രീതിയിൽ വന്നപ്പം പുള്ളിക്കാരിക്ക് ഭയങ്കര വിഷമമായിട്ട് ശ്രീരേഖ എടുത്ത് നിങ്ങൾ ഭയങ്കര ചീപ്പാണ് എന്നുള്ള രീതിയിലൊക്കെ സംസാരിച്ചു. അപ്പൊ ഈ ചീപ്പാണെന്ന് പറഞ്ഞത് കേട്ടപ്പോൾ ശ്രീരേഖയ്ക്ക് വിഷമമായി. ശ്രീരേഖ ഉദ്ദേശിച്ചത് തന്റെ പവർ ടീം താഴെ വീഴണമെന്ന് പറഞ്ഞതിന് ഒരു മറു വാദമാണ് ഉന്നയിച്ചത്. പക്ഷെ അത് നോറ ഇങ്ങനെ ഒരു സിറ്റുവേഷനിലൂടെ കടന്നുപോയ ആയതുകൊണ്ട് പെട്ടെന്ന് ട്രിഗറായി. കൂട്ടത്തിൽ ഭയങ്കരമായിട്ട് കരഞ്ഞു വരുന്ന സമയത്ത് കൺഫെഷൻ റൂമിൽ വരുമ്പോൾ പുള്ളിക്കാരി പറയുന്നുണ്ട്, വൈൽഡ് കാർഡ് വന്നതിന് ശേഷം എന്റെ ഹസ്ബൻഡായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ പലതും പറയാൻ ശ്രമിച്ചായിരുന്നു. അപ്പോൾ ഞാൻ ജാൻമണിയുടെ ഇഷ്യൂ ഒക്കെ ആയതുകൊണ്ട് ശ്രദ്ധിച്ചില്ല, വിട്ടുകളഞ്ഞായിരുന്നു. ഇപ്പൊ വീണ്ടും അത് പൊങ്ങി വന്നുള്ള രീതിയിൽ പറയുന്നുണ്ട്. അതായത് ഈ പുറത്ത് പുള്ളിക്കാരി ഹസ്ബൻഡ് ഒരു നെഗറ്റീവ് ക്യാമ്പയിൻ ഒക്കെ നടത്തിയിട്ടുണ്ടായിരുന്നു നോറയ്ക്കെതിരെ. ഒരുപക്ഷെ ആ കാര്യങ്ങളൊക്കെ വൈൽഡ് കാർഡുകൾ വന്നു എല്ലാം ബിഗ് ബോസ് പോലെ അറിയാതെ അവരെ അറിയിക്കാൻ ശ്രമിച്ചിട്ടുണ്ടാവും, അല്ലെങ്കിൽ എന്തെങ്കിലും ഹിന്റ് കൊടുത്തിട്ടുണ്ടാവും എന്നൊക്കെ എനിക്ക് തോന്നുന്നു. അപ്പൊ വീണ്ടും ആ ഒരു ഓർമ്മകള് ശ്രീരേഖ കാരണം ഉണ്ടായതുകൊണ്ട് പുള്ളിക്കാരി സങ്കടപ്പെടുന്നു. മറു സൈഡില് തന്നെ ചീപ്പെന്ന് വിളിച്ചതിന്റെ പേരിൽ ആരും ചോദ്യം ചെയ്തില്ല എന്നൊക്കെയുള്ള സങ്കടം ശ്രീരേഖ പങ്കുവെക്കുന്നുണ്ട്. പക്ഷെ ഇതിൽ തന്നെ മറ്റൊരു കാര്യമുണ്ട് കേട്ടാ.
ശ്രീരേഖ ലൈഫ് സ്റ്റോറി പറഞ്ഞ സമയത്ത് പുള്ളിക്കാരിക്ക് ചവിട്ടുകൾ ഉൾപ്പെടെ ലൈഫിൽ ഇതുപോലെ പ്രശ്നങ്ങൾ ഒരുപാട് അനുഭവിച്ചാണ്. പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്ന് പറഞ്ഞു. പക്ഷെ അത് മനസ്സിലാക്കാനുള്ള ചിലപ്പോൾ സാഹചര്യം ചിന്തിച്ച് ചിലപ്പം കാണത്തില്ല. കാര്യം നോറയ്ക്കും നമ്മളിപ്പം പ്രേക്ഷകൻ ഇത് എനിക്കിപ്പം തോന്നിയെന്ന് വെച്ചാൽ നോറയ്ക്കും നമ്മുടെ ശ്രീരേഖയ്ക്കും ഏകദേശം തുല്യമായിട്ടുള്ള രീതിയിൽ സെയിം ലൈഫ് സ്റ്റോറിയാണ് ലൈഫ് ശരിക്കും. സ്റ്റോറിയാണ്. പക്ഷെ അത് ശ്രീരേഖ ആ ഒരു സംഭവം മനസ്സിലാക്കിയില്ല. ചിലപ്പം അത് ചിലപ്പോൾ പക്ഷെ മനസ്സിലാക്കിയിട്ടില്ല അല്ലേ? വേറെ എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞാൽ മതിയായിരുന്നു എനിക്ക് തോന്നുന്നു. കാര്യം ശ്രീരേഖ അവിടെ ഈ ഒരു കാര്യമായിട്ട് ബന്ധപ്പെട്ട സ്കിറ്റിൽ കാണിച്ചത് നീ കരഞ്ഞത് ജെനുവിൻ അല്ല എന്നുള്ള രീതിയിൽ പറഞ്ഞപ്പോൾ പുള്ളിക്കാരിക്ക് അത് സങ്കടമായി. വേറെ എന്തെങ്കിലും ഒരു പോയിന്റ് ഇട്ടാൽ മതിയായിരുന്നു എനിക്ക് തോന്നി. പിന്നെ ശ്രീരേഖ അവിടെ ഗെയിമിൽ ആർക്കും എന്തും പറയാമല്ലോ, അതുകൊണ്ട് നമുക്കതും പറയാൻ പറ്റത്തില്ല. ശ്രീരേഖയ്ക്ക് അഭിപ്രായ സ്വാതന്ത്ര്യമുണ്ട്, അതുകൊണ്ട് പറഞ്ഞു. അതെ അതെ. പിന്നീട് പവർ ടീം കൊണ്ടുവന്നൊരു പുതിയ റൂളാണ്. എന്ന് വെച്ചാൽ ജോലി ചെയ്യുന്ന സമയത്ത് പരസ്പരം സർ മാഡം എന്ന് മാത്രമേ അഭിസംബോധന ചെയ്യാവൂ എന്നൊരു രീതിക്കുള്ളൊരു അല്ലെങ്കിൽ സാറെന്ന് മാത്രം, അല്ലെങ്കിൽ പേരിനോടൊപ്പം സാർ എന്നുള്ള രീതിയിൽ. അതെ. അതെന്ന് വെച്ചാൽ എല്ലാവരും ഈ പറയുന്ന എന്താണ് ഗ്രൂപ്പുകളുടെ ക്യാപ്റ്റൻ അല്ലെങ്കിൽ അതായത് അവർ ഉദ്ദേശിച്ചെന്ന് വെച്ചാൽ ഈ എടാ പോടാ വിളിയൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയാണ്. പക്ഷെ അത് കുറച്ച് എക്സാജറേറ്റഡ് ആയിപ്പോയി. ശരി, ഈ എടാ പോടാ വിളിക്ക് ഇവരിത് ഇത് പറഞ്ഞ റൂള് മുന്നോട്ട് വെച്ചു. അപ്പൊ മുട്ടൻ കോമഡി എന്ന് പറയുന്നത് ജിൻഡോ പറയുന്നുണ്ട്. ആടി ജിൻഡോ നമ്മളെ എടുത്ത് അടിവരയിട്ട് പറയേണ്ട ഒരു സംഭവമാണ്. നമ്മുടെ ജിൻഡപ്പം പറയുന്നത് വെച്ചാൽ ഇത്രയും കാലം നമ്മൾ വിളിച്ച് ശീലിച്ചത് പേരാണ്. നല്ല ആളാ പറയുന്നത്. സോ അതിനെ പേരാണ്, തന്തയുടെ പേരാണെന്നേ ഉള്ളൂ. അതെ, അതിനെ എങ്ങനെയാണ് നമ്മൾ സാറ് മാഡം എന്ന് വിളിക്കുന്നത്? അത് ഭയങ്കര പാടാണ്. പക്ഷെ നമ്മൾ ട്രൈ ചെയ്യാം എന്നൊരു രീതിയിൽ ജിൻഡോ പറയുന്നുണ്ട്. എന്തോ വലിയൊരു സംഭവം ചെയ്യുന്ന കണക്ക്. പുള്ളിക്കാരി ഗബ്രിയുടെ തന്തയ്ക്കാണ് വിളിക്കുന്നത്, ഒന്ന് പറഞ്ഞ് രണ്ടിന്. അപ്പോ പിന്നീട് അഭിഷേക് ശ്രീകുമാർ പറയുന്നത് സർ മാഡം വിളിയൊക്കെ പൊതുവിൽ വിളിക്കാൻ ഭയങ്കര പാടാണെന്നുള്ള രീതിയിൽ പറയുന്നുണ്ട്. പിന്നീട് കളിയാക്കി സാറേ എന്നൊക്കെ വിളിച്ചാൽ എന്ത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പൊ അതില് സായി പറയുന്നുണ്ട് അത് നമുക്ക് കോമൺ സെൻസ് വെച്ചിട്ട് മനസ്സിലാക്കാൻ പറ്റുമല്ലോ, അങ്ങനെ ഒരു വിളി നമുക്കത് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റുമല്ലോ, അപ്പൊ അതിന് പണിഷ്മെന്റ് കൊടുക്കും എന്നുള്ള രീതിയിൽ പറയുന്നുണ്ട്. അപ്പൊ പിന്നെ ഗബ്രിയും ഇപ്പൊ ജിൻഡോ പറയുന്ന പോലെ തന്നെ ഗബ്രിയും പറയാൻ പറ്റിയ ആള് തന്നെയാണ്. ഗബ്രിയും ഈ പറഞ്ഞ പോലെ പല മണ്ടാന്നുൾപ്പെടെ പല വാക്കുകളും പറഞ്ഞിട്ടുള്ള ആളാണ്. ഈ പുള്ളിക്കാരൻ ഇങ്ങനെയാണ് പറയുന്നത്, ഡാ ഡി വിളിക്ക് ശിക്ഷ കൊടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. എന്നുവെച്ചാൽ സാർ മാഡം വിളിക്കുന്നതിന് പകരം തെറ്റായിട്ട് ആരെങ്കിലും എന്തെങ്കിലും സംസാരിച്ചു കഴിഞ്ഞാൽ അവർക്ക് പണിഷ്മെന്റ് കൊടുക്കുന്നതാണ് ഏറ്റവും നല്ലതെന്ന് പറയുന്നുണ്ട്. അത് ഗബ്രിയാണ് പറയുന്നത്, നല്ല ആള് തന്നെയാണ് പറയുന്നത്. പിന്നീട് സിജോ പറയുന്നത് വെച്ചാൽ സർ മാഡം വിളി വലിയ പാടാണെന്നുള്ള രീതിയിലാണ് പറയുന്നത്. പക്ഷെ നിനക്ക് എന്ത് തോന്നുന്നു? അതൊരു ഈ എടാ പോടാ വിളി ഒഴിവാക്കിയിട്ട് പേരല്ലാതെ എന്തെങ്കിലും വിളിച്ചാൽ ഒരു പണിഷ്മെന്റ് കൊടുക്കുന്ന രീതിയിൽ മതിയായിരുന്നു എനിക്ക് തോന്നിയേ. പിന്നെ സാർ മാഡം വിളി മോശം വാക്കൊന്നും അല്ല. പക്ഷെ അവിടെ ഒരു എന്താണ് ബിഗ് ബോസിനെ സംബന്ധിച്ച് അവിടെ ആൺ പെൺ അല്ലെങ്കിൽ പ്രായ ഭേദമന്യേ എല്ലാവരും നിൽക്കുന്ന ഒരു ഗെയിമാണല്ലോ. എല്ലാവരും പരസ്പരം പേര് അഭിസംബോധന ചെയ്താലേ അവർക്ക് ആ ഒരു ഐഡന്റിറ്റി അവിടെ വ്യക്തമാക്കപ്പെടുള്ളൂ, പ്രേക്ഷകർ അവർ തിരിച്ചറിയത്തുള്ളൂ. അതുകൊണ്ട് അത് നടക്കാത്തതാണല്ലോടാ രണ്ടാമത്തെ ഒരു ഇപ്പണ്ടോ പേര് വിളിക്കുന്നില്ല, പേരിന് പകരം മണ്ടൻ പൊട്ടൻ അത് ഒഴിവാക്കണമെന്നാണ് എന്റെ അഭിപ്രായം. അതായത് ഈ പേര് വിളിക്കാൻ മാത്രമേ അനുവദിക്കൂ. ലാലേട്ടൻ തന്നെ പലവട്ടം പറഞ്ഞിട്ടുണ്ട് എടാ പോടാ വാടാ ഇങ്ങനെയൊക്കെയാണ് വിളിക്കുന്ന. പലർക്കും പലരുടെ പേര് പോലും അറിയില്ല. നിങ്ങൾ പേരിട്ടേക്കുന്ന പേര് വിളിക്കാൻ വേണ്ടിയാണ് മൈക്കിൽ പേരെഴുതിയിട്ടുണ്ടല്ലോ, ഡൗട്ട് ഉണ്ടെങ്കിൽ നേരെ നോക്കാമല്ലോ, നോക്കി വായിക്കാമല്ലോ പറയുന്നുണ്ട്. അപ്പൊ എന്റെ അഭിപ്രായത്തിൽ പേരല്ലാതെ വേറെ എന്തെങ്കിലും അഭിസംബോധന ചെയ്യുന്നത് പണിഷ്മെന്റ് കൊടുക്കുന്നതായിരുന്നു കുറച്ചുകൂടി നല്ലത്. സാർ വിളി വന്നു കഴിഞ്ഞാൽ സാറ് മാത്രമാകുമ്പോൾ വീണ്ടും അവിടെ ഒരു ഐഡന്റിറ്റി ഇല്ലാതാവുകയാണെന്ന് എനിക്ക് തോന്നി. ശരിയാണ്. ഓക്കെ. പിന്നീട് നടന്ന ഒരു ഷോപ്പിംഗ് ആണെന്നല്ലേ നടന്ന മൊത്തത്തിൽ എല്ലാവർക്കും വേണ്ടിയുള്ള സാധാരണ ഉള്ള എല്ലാ ആഴ്ചയുള്ള ഷോപ്പിംഗ്. അതില് പുറത്തുനിന്ന് ഒരാൾക്ക് സഹായിക്കാം, അതില് ഗബ്രി സഹായിക്കാൻ വരുന്നത് പുള്ളിക്കാരൻ കണക്കൊക്കെ പെട്ടെന്ന് കൂട്ടി കൊടുക്കുന്നുണ്ട്. അതെ. പിന്നീട് നടന്നത് ഒരു മോഷണമാണ്. രാത്രി നടന്നൊരു മുട്ട ഓംലേറ്റ് അടിച്ചവര് കഴിക്കുന്ന ആരൊക്കെ? ഗബ്രി, സിജോ, നന്ദന, അഭിഷേക് ശ്രീകുമാറും ഋഷിയും കൂടെ ചേർന്ന് ഫുഡ് ഉണ്ടാക്കി രാത്രി കഴിക്കുന്നത്. അത് ഭയങ്കര ഒരു ഓംലേറ്റ് അടിച്ച് കഴിക്കുന്നു. എന്നിട്ട് ബിഗ് ബോസിന്റെ അടുത്ത് പറയുന്നുണ്ട് ഇത് പ്രശ്നമാക്കല്ലേ, നമ്മൾ കഴിച്ചോട്ടെ എന്നൊക്കെയുള്ള രീതിയിൽ സംസാരിക്കുന്നു. അതിനുള്ള അൻസിബ് വെള്ളം കുടിക്കാൻ വരുമ്പോ എല്ലാവരുടെയും കള്ളത്തരവും ഓടി ഒരിക്കലും പാട്ട് പാടലൊക്കെ കാണിക്കുന്നുണ്ട്. അതെ. ബാക്കിയാരും ശ്രദ്ധിക്കാതിരിക്കാൻ വേണ്ടി പാട്ട് പാടുന്നെങ്കിലും ആ പാട്ട് പാടല് കണ്ടറിയാം അവരെന്തോ കള്ളത്തരം കാണിക്കുകയാണ്. അതെ. എന്തായാലും ഈ 50ാമത്തെ ദിവസം അല്പം നല്ല രസം ഉണ്ടായിരുന്നല്ലേ? വലിയ കുഴപ്പമില്ല. അതായത് കൂടി ശോകാവസ്ഥ മാറി ഒന്ന് അത്യാവശ്യം ആക്റ്റീവായിട്ട് നിന്നല്ലായിരുന്നു. അതെ. എന്തായാലും ഈ 50ാമത്തെ ദിവസം ഇതൊക്കെയാണ് നടന്നത്. അപ്പൊ ഈ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുന്നു. ബൈ.